ഇതും കാലം കാത്തുവച്ച മറ്റൊരു നന്മയുടെ മുഹൂർത്തം. ഈ നന്മയും നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് തന്നെ വന്നു ഭവിക്കട്ടെ. അന്ന് ആദ്യമായിട്ട് ഈ മിണ്ടാപ്രാണിയെ കാണുന്ന ഒരു അവസ്ഥ ഇങ്ങനായിരുന്നു. വണ്ടി ഇടിച്ചിട്ട് 2-3 ദിവസമായി റോഡരികിൽ കാലുകൾ തകർന്ന പോലെ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടാവുന്നു. എന്തോ ഭാഗ്യം എല്ലൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ എനിക്ക് മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സാഹചര്യം അപ്പോൾ എനിക്ക് കിട്ടിയില്ല. നേരെ സേഫ് ആക്കാൻ വേണ്ടി നമ്മുടെ സ്വർഗത്തിലേക്ക് തന്നെ കൊടുന്നു. ഇവിടെ തന്നെ നിർത്തി. അവിടുന്ന് ക്ലീൻ ചെയ്തു. മരുന്നുകളും ഒക്കെ മുറിവിലൊക്കെ വെച്ചു. സെറ്റായി വന്നു. ശരിക്കും ഇത് 9-ാം ദിവസത്തെ ഒരു ജന്മം തന്നെ ആയിരുന്നു കേട്ടോ. 9-ാം ദിവസത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ ആയിരുന്നു. മറക്കാനാവാത്ത നിമിഷങ്ങൾ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു നന്മയുടെ ഭാഗമായി മാറുക കേട്ടോ. തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യണം. മനുഷ്യരെ സഹായിക്കുന്ന 1000 കൈകളുണ്ടാകുമ്പോൾ മിണ്ടാപ്രാണികളെ സഹായിക്കാൻ നമ്മളെപ്പോലെ ചിലരെ കാണും. ഇതിലൊരു സത്യം എന്ന് പറഞ്ഞാൽ ഇവളെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല. കാരണം തിരക്കുകൾ മൂലം പിന്നീട് കൊണ്ടുപോകാൻ എന്തായാലും മരുന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മരുന്നുകളൊക്കെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് നമുക്ക് ആ 24 പരിപാടിക്ക് എറണാകുളം പോകേണ്ട ഒരു അവസ്ഥ വന്നത്. അങ്ങനെ തിരിച്ച് ഞാൻ പിറ്റേ ദിവസം മടങ്ങി വന്നപ്പോഴാണ് ശരിക്കും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയൊരു കാഴ്ച കണ്ടത്. ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ ഷെൽട്ടറിൽ അവൾ ഓടി നടക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു. കണ്ടില്ലേ, ഇപ്പൊ ആ സ്വാതന്ത്ര്യത്തിലേക്ക് ആൾ ഓടിപ്പോവാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ കേട്ടോ.